ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് പച്ച ചക്ക വെച്ചുകാണ്ട് ഒരു വട ഉണ്ടാക്കുകയാണ്, ചക്ക വട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കയൊന്ന് ചോളൊക്കെ എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചക്ക എത്ര എടുത്തത് എന്നുള്ളത് കണക്കൊന്നുമില്ല, എത്ര നമുക്ക് ആവശ്യം അത്ര എടുക്കുക. അത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. തീരെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കേണ്ടത്. അല്ലഞ്ഞാൽ നമ്മളെടുത്ത് ചോപ്പർ ഉണ്ടാവുമല്ലോ, അതിലിട്ട് കണ്ട് ഒന്നിങ്ങനെ ചെറുതാക്കി പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് നല്ലോണം അരച്ചെടുക്കുകയാണ്. ചോപ്പറുള്ളവർക്ക് അതാണ് എളുപ്പം. ഇവിടെ ചോപ്പർ ഇല്ല, അതുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് അരക്കുകയാണ്. അപ്പോൾ അതാ ചക്കയൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, നമ്മളെ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചക്കയൊക്കെ ഒന്നാണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് ചക്കയൊക്കെ ഒന്ന് നല്ല മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അരയാതെ നിൽക്കണമുണ്ട്, അരിഞ്ഞിട്ടുണ്ട്. അപ്പം വെള്ളം ചേർക്കാതെ അരക്കില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കണം. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടെ ഇട്ടുകാണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കൊക്കവട, ഉള്ളിവട ഒക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ. അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ചിലവർ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ഇട്ട് കൊടുക്കണില്ല. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി അതും ഇട്ട് കൊടുക്കും. ഒരു കുറച്ച് വലിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എരിവില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്തേക്കണം. എരിവിനായിട്ട് ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് എരിവ് വല്ലാതെ ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് എരിവ് വല്ലാതെ ഉണ്ടാവില്ല. അപ്പം ഇനി എല്ലാം കൂടെ നമ്മൾ ഇത് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു ചക്കൻ്റെ നീരുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്നത് കടലപ്പൊടി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണായി. അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പൊടികളും ഇട്ട് വല്യുള്ളി അരിഞ്ഞിട്ട് എല്ലാം ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തേക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ ചക്കൻ്റെ നീരെണ്ണ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീരെണ്ണ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെള്ളം തീരെ ചേർക്കാൻ പാടില്ല, എല്ലാം കൂടെ കൂട്ടിക്കാണാണ് ഇപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിക്കാണ്ട് ഇങ്ങനെ കോരി ഇടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കണത് കൊക്കവട ഉണ്ടാക്കണം അതുപോലെ തന്നെ. നീ വേണമെങ്കിൽ കയ്യിൽ വെച്ചുകാണ്ട് ഇങ്ങനെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കും പോലെ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്നാണ്ട് പൊരിച്ചെടുക്കട്ടെ.
ഇതിപ്പോ എന്താ കണ്ടാലേ കോഴി പൊരിച്ചത് തിന്നുമ്പോ രസം കോളിഫ്ലവർ ഇല്ലേ അത് പൊരിച്ച് കണ്ടുണ്ടോ അതേമാതിരി. അപ്പൊ ചക്ക കോളിഫ്ലവർ ചിക്കൻ പൊരിച്ചിട്ട് എന്തും ആക്കമാണെങ്കിൽ നല്ല രസം കിട്ടാ. തിന്നൊക്കെ ചുട്ടച്ചത് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോഴും തിന്നയിച്ചു ഓരോരുത്തർ എടുത്തോണ്ടായി. ചിക്കനോ? ഇവിടെ ചിക്കന് ചിക്കൻ മുറിച്ചേക്കണേ ആ ചിക്കനാണോ? ചിക്കനെ പോലെ ഉണ്ടാ? തിന്നോക്കാം. ചൂടുണ്ട്, പല്ല് പോവരുത്. കൊറച്ചൊക്കെ ചൂട് ചൂട്. എന്താണ് മോളസിന് കൊടുക്ക മോളിന് ചിക്കൻ രസണ്ടാ? പല്ല് പോട്ടാ ചൂടാറിയിട്ട് തിന്നണം. ഇതെന്താ സാധനം എന്താ പറഞ്ഞ അറിയില്ല. എന്താ പേര് ഓർമ്മ. ചക്ക ചക്കണയാ പയോ അങ്ങനെ ചിക്കൻ അല്ലാതായപ്പോ ആ ഉള്ളി പഴത്തിൽ ഉള്ളി ഇടില്ലല്ലോ. അതെങ്ങനാ? മുട്ട ഇത് ചെടിയാണ് കേടെടുത്തില്ല. ചെടിയൊന്നും അതൊക്കെ പിടിച്ച് വലിച്ചിക്കണോ? ഇത് ഇരിക്കട്ടമ്മ. രസം എന്തായാലും. ഒരു വിചാരിച്ചോണ്ട് ചിക്കൻ ആണെന്നാ. ചിക്കൻ പൊരിച്ചത് കാട്ടി. അപ്പോൾ അതാ നമ്മളെ ചക്കവട ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമോനെ ആദ്യം വിചാരിച്ചിട്ടുണ്ട് കോഴി പൊരിച്ചതാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.